ബാഴ്സലോണ ആരാധകർക്ക് ഇത് ആഘോഷരാവാണ്. ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇക്കുറി ഡെക്കോ വലയെറിയുമ്പോൾ റോഡ്രി എന്ന പേര് പോലും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. ഹൂലിയൻ അൽവാരസ് എന്ന് മന്ത്രിച്ചുകൊണ്ടേയിരുന്നൊരു ക്യാമ്പ്. അൽവാരസിന് പിറകെ മാത്രം പോയാൽ മതിയോ? മറ്റു പല പൊസിഷനുകളിലും ക്രൈസുകളുണ്ടല്ലോ, അതൊന്നും പരിഹരിക്കേണ്ട എന്നാണോ? അപ്പുറത്ത് റയലാണെങ്കിൽ നേരം ഇരുട്ട് വെളുക്കുമ്പോഴേക്കും ട്രാൻസ്ഫറുകൾ ഓരോന്നായി പൂർത്തിയാക്കുന്നു. റോഡ്രിയുടെ പേര് ഇക്കുറി ഏറ്റവും അധികം ഉയർന്നു കേട്ടതും ലോസ് ബ്ലാങ്കോസിനെ ചുറ്റിപ്പറ്റിയാണ്. എന്നാൽ പൊടുന്നനെയാണ് ഡെക്കോ ആ കഥയിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത്. റോഡ്രിയുമായി ഫ്ലിക്കും ഡെക്കോയും നേരിട്ട് ചർച്ച നടത്തുന്നു. റോഡ്രി തൻ്റെ റയൽ മാഡ്രിഡ് മോഹങ്ങൾ ഉപേക്ഷിച്ച് ബാഴ്സയുമായി ധാരണയിലെത്തുന്നു. ഒടുക്കം ക്ലബ്ബുകളും ധാരണയിലാകുന്നു. റയൽ മാഡ്രിഡ് ആരാധകർ ലോസ് ബ്ലാങ്കോസിന്റെ തൂവെള്ളക്കുപ്പായത്തിൽ കാണാനാകുമെന്ന് ഏറെ കൊതിച്ച റോഡ്രിയെ അടുത്ത സീസൺ മുതൽ ബാഴ്സയുടെ ചുവപ്പും നീലയും കലർന്ന ജേഴ്സിയിൽ കാണാം. 76.5 മില്യൺ യൂറോക്കാണ് 4 വർഷത്തെ കരാറിൽ റോഡ്രി ബാഴ്സക്കൊപ്പം ചേരുന്നത്. അൽ ഹിലാലിനൊപ്പമുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് പോർച്ചുഗീസ് ഫുൾബാക്ക് ജാവോ കാൻസലോയും ഉടൻ ബാഴ്സയിലെത്തും. നമ്പർ 9 റോളിൽ ഒരാളെയും ഒരു സെൻട്രൽ ബാക്കിനെയും ബാഴ്സയ്ക്ക് ഇനിയും ആവശ്യമുണ്ട്. സ്പെയിനിന്റെ ലോകകപ്പ് വിന്നിംഗ് സ്ക്വാഡിലെ 8 പേർ ഇപ്പോൾ ബാഴ്സ നിരയിലുണ്ട്. ജോവാൻ ഗാർസിയ, എറിക് ഗാർസിയ, പോക്കു ബാഴ്സി, ഗാവി, ഡാനി ഒൾമോ, പെഡ്രി, ലമീൻ യമാൽ, ഇപ്പോൾ റോഡ്രിയും. പരിക്കേറ്റ ഫ്രാങ്കി ഡിയോങ്ങിന് 4 മാസത്തോളം പുറത്തിരിക്കേണ്ടി വരും. റോഡ്രി എത്തുന്നതോടെ ആ വലിയ വിടവ് നികത്തപ്പെടും. ബാഴ്സ ഈ സമ്മറിൽ നടത്തുന്ന 4ാമത്തെ സൈനിങ് ആണ് റോഡ്രിയുടേത്. ആന്റണി ഗോർഡൻ, കരീം അഡയമി, ജെസെ ബിസു എന്നിവരാണ് ഇക്കുറി ബാഴ്സ ചട്ടകത്തിൽ ലഭിച്ച മറ്റ് 3 പേരുകൾ. സിറ്റി ഇതിനോടകം ഏലിയറ്റ് ആൻഡേഴ്സനെ ഒരു 100 മില്യൺ സൈനിങ്ങിൽ റാഞ്ചിയിട്ടുണ്ട്. മൊറോക്കൻ വണ്ടർ കിഡ് അയ്യൂബ് വാദിക്കായി ലില്ലയുടെ പുറകിൽ തന്നെയുണ്ട്. 2019 അത്ലറ്റിക്കോയിൽ നിന്നാണ് റോഡ്രി സിറ്റിക്കൊപ്പം ചേരുന്നത്. 4 പ്രീമിയർ ലീഗ് കിരീടങ്ങൾ, 1 ചാമ്പ്യൻസ് ലീഗ്, 2 FA കപ്പ് തുടങ്ങി ഇംഗ്ലീഷ് ക്ലബിനൊപ്പം അനവധി കിരീട നേട്ടങ്ങളിൽ പങ്കാളിയായി. സ്പെയിനിന്റെ യൂറോ കപ്പ്, ലോകകപ്പ് കിരീട നേട്ടങ്ങളിലും നിർണായക റോൾ വഹിക്കുന്നുണ്ട് റോഡ്രി. തുടർച്ചയായ 3ാം ലാ ലീഗ കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ബാഴ്സയെ സംബന്ധിച്ച് റോഡ്രിയുടേത് ഒരു മികച്ച ആഡിംഗ് ആണെന്ന് പറയേണ്ടി വരും. യൂറോപ്പിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് യൂണിറ്റുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു ബാഴ്സയുടേത്. പെഡ്രി, ഒൽമോ, റോഡ്രി, ഫെർമിൻ ലോപ്പസ്, ഗാവി, ഫ്രാങ്കി ഡിയോങ്, ബേണൽ, അങ്ങനെ ഓപ്ഷനുകൾ ഏറെയാണ് ഫ്ലിക്കിന്റെ ആവരാടിയിൽ. കഴിഞ്ഞ 2 സീസണുകളിലും റയൽ മാഡ്രിഡ് സ്പാനിഷ് മണ്ണിൽ അമ്പെ പരാജയമായിരുന്നു. പോയ സീസണിൽ 3 മത്സരങ്ങൾ ബാക്കി നിൽക്കെയാണ് ബാഴ്സ ലാലിഗ കിരീടം അണിഞ്ഞത്. 8 പോയിന്റിന്റെ വ്യത്യാസമാണ് ബാഴ്സക്കും റയലിനും ഇടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ സീസണിലെ ഇതിനേക്കാൾ കടുത്ത വെല്ലുവിളിയായിരിക്കും ഇത്തവണ റയൽ മാഡ്രിഡിൽ നിന്ന് ബാഴ്സയ്ക്ക് നേരിടേണ്ടി വരിക. ലോസ് ബ്ലാങ്കോസ് ഇക്കുറി നടത്തിയ 6 സൈനിങ്ങുകളും വേൾഡ് ക്ലാസ് ആണ്. ഡിയോമന്റെ കൂടെ ചേരുന്ന അവരുടെ അറ്റാക്കിംഗ് യൂണിറ്റ്, എംബാപ്പെ, വിനീഷ്യസ്, ഡിയോമന്റെ ട്രയോ ക്ലിക്കായാൽ റയലിനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. മിഡിലെ റയലിന്റെ ക്രൈസുകൾ അതേപടി അവിടെ തന്നെയുണ്ട് എന്നത് ബാഴ്സയെ സംബന്ധിച്ച് ഒരാശ്വാസമാണ്. റയലാണെങ്കിൽ മിഡിലേക്ക് ഇനി പുതിയ ആരെയും നോക്കുന്നില്ലെന്ന് ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലെവൻഡോസ്കിയും ഫെറാൻ ടോറസും ക്ലബ് വിട്ടു. മാർക്കസ് റഷ്ഫോർഡ് ഓൾഡ് ട്രാഫോർഡിലേക്ക് തിരികെ എത്തി. ബാഴ്സയ്ക്ക് ഇപ്പോൾ അത്യാവശ്യമായും വേണ്ടത് നമ്പർ 9 റോളിൽ ഒരു കളിക്കാരനെയാണ്. ഗോർഡൻ വേഴ്സറ്റൈലാണ് എന്നത് നേര് തന്നെ. സെൻട്രൽ സൈക്കിൾ റോളിൽ കളിപ്പിക്കാനൊക്കെയാകും. പക്ഷേ പോയ സീസണുകളിൽ അഡയമിയുടെയും ഗോർഡന്റെയും റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഇരുവരെയും വലിയ രീതിയിൽ സ്കോറിങ്ങിന് ആശ്രയിക്കാനാകില്ലെന്ന് മനസ്സിലാകും. ബൊറൂസിയ ഡോട്ട്മുണ്ടിനായി ഒരു ബുണ്ടസ്ലീഗ സീസണിൽ അഡയമിയുടെ ഏറ്റവും ഉയർന്ന ഗോൾ നേട്ടം 7 ഗോർഡൻ 2023-24 പ്രീമിയർ ലീഗ് സീസണിൽ 11 ഗോളുകൾ സ്കോർ ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ കരിയറിലെ അസാധാരണമായ ഒരു സീസണായിരുന്നു. മറ്റ് 2 സീസണുകളിൽ 6 ഗോളുകൾ വീതമാണ് താരത്തിന്റെ പേരിലുള്ളത്. കഴിഞ്ഞ സീസണിൽ റാഷ്ഫോർഡ് ലാലിഗയിൽ 8 ഗോളുകളും ലെവൻഡോസ്കി 14 ഗോളുകളും കുറിച്ചിരുന്നു. ഫെറാൻ ടോറസും PSG ചേക്കേറുന്നു. ഇതോടെ നമ്പർ 9 റോളിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ ബാഴ്സയ്ക്ക് അനിവാര്യതയായി തീർന്നു. ഏറെക്കാലമായി ഹൂലിയൻ അൽവാരസിന്റെ പിറകിലാണ് ഡെക്കോ. അൽവാരസിന് ബാഴ്സക്കൊപ്പം ചേരാൻ ആഗ്രഹമുണ്ടെങ്കിലും അത്ലറ്റിക്കോ വിട്ടുതരില്ല എന്ന മട്ടിലാണ്. അതിനിടയിൽ സ്പോർട്ടിങ്ങിന്റെ ലൂയിസ് സുവാരസ് ബാഴ്സയുടെ റഡാറിലുണ്ടായിരുന്നു. എന്നാൽ 80 മില്യൺ യൂറോയാണ് സ്പോർട്ടിംഗ് ബാഴ്സയോട് ചോദിക്കുന്നത്. കൊളംബിയൻ താരത്തിനായി അത്ര വലിയ തുക മുടക്കാൻ ബാഴ്സ ഒരുക്കമല്ല. 21ാം നൂറ്റാണ്ടിൽ ഇതിനു മുമ്പ് 3 സീസണിൽ ബാഴ്സ തുടർച്ചയായി ലാലിഗ കിരീടം ചൂടിയത് പെപ് ഗാർഡിയോളയ്ക്ക് കീഴിലാണ്. ആ ചരിത്ര നേട്ടത്തിൽ ഒരിക്കൽ കൂടി തൊടാൻ ഹാൻസി ഫ്ലിക്കിനാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ. ഇക്കുറി അതത്ര എളുപ്പമല്ലതാനും. ലാലിഗയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കിരീടക്കണക്കുകളിൽ ഇപ്പോഴും റയൽ മാഡ്രിഡിനാണ് വ്യക്തമായി മുൻതൂക്കം. റയൽ ഇതുവരെ 36 തവണ സ്പെയിനിലെ രാജാക്കന്മാരായപ്പോൾ ബാഴ്സലോണ 29 തവണയാണ് കിരീടം ചൂടിയത്. എന്നാൽ കഴിഞ്ഞ 25 ലാലിഗ സീസണുകളിലേക്ക് നോക്കുമ്പോൾ ചിത്രം കുറച്ചുകൂടി ബാഴ്സയ്ക്ക് അനുകൂലമാണ്.
ഈ കാലയളവിൽ 13 കിരീടങ്ങൾ ബാഴ്സലോണയും 7 കിരീടങ്ങൾ റയൽ മാഡ്രിഡും സ്വന്തമാക്കി. ഇനിഗോ മാർട്ടിനസ് പോക്കു ബാർസി ഡുവോ ബാഴ്സ സെൻട്രൽ ബാക്കിൽ ഒരു മികച്ച ജോഡിയായിരുന്നു. ഇനിഗോ മാർട്ടിനസ് പോയ സീസണിൽ അൽ നസറിലേക്ക് കൂടുമാറി. ഈ സമ്മറിൽ അരോഹോ ലിവർപൂളിലേക്ക് ലോണിൽ ചേക്കേറി. ഇതോടെ സെൻട്രൽ ബാക്ക് റോളിൽ കുബാഴ്സിക്കൊപ്പം കളിക്കാൻ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു സെൻട്രൽ ബാക്കിനെ ബാഴ്സയ്ക്ക് അനിവാര്യതയായി വന്നു. ഐമറിക് ലെപ്പോട്ടയടക്കം പല പേരുകളും ബാഴ്സയുടെ റഡാറിലുണ്ടായിരുന്നു. എന്നാൽ 32-കാരൻ ലെപ്പോട്ടക്കായി അത്ലറ്റിക് ക്ലബ് വൻ തുകയാണ് ബാഴ്സയോട് ചോദിക്കുന്നത്. സോ ആ പ്ലാൻ ഉപേക്ഷിച്ച മട്ടാണ്. സെൻട്രൽ ബാക്കിൽ ക്രൈസുകൾ ഇപ്പോഴുമുണ്ട് ബാഴ്സയ്ക്ക് എന്ന് മനസ്സിലാക്കണം. പോയ സീസണിൽ ബാഴ്സ മുന്നേറ്റങ്ങളുടെ ബാറ്റൺ ലമീൻ യമാലിന്റെ കൈകളിലായിരുന്നു. പോയ സീസണിൽ ലാലിഗ പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം യമാലിനെ തേടി കണത്തിയത്. ലാലിഗയിൽ 16 ഗോളുകളുമായി ഫെറാൻ ടോറസിനൊപ്പം ടീമിന്റെ ടോപ്പ് സ്കോററായിരുന്നു യമാൽ. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം പരിക്കിനെ തുടർന്ന് നിരവധി മത്സരങ്ങൾ നഷ്ടമായിട്ടും അയാൾ ഈ നേട്ടത്തിലെത്തി എന്നതാണ്. മുഴുവൻ കോമ്പറ്റീഷനുകളുമായി യമാൽ 45 മത്സരങ്ങളിൽ നിന്ന് 24 ഗോളുകളാണ് പോയ സീസണിൽ കുറിച്ചത്. എന്നാൽ സ്പെയിൻ ലോകകിരീടം അണിഞ്ഞ ടൂർണമെന്റിൽ 1 ഗോളാണ് യമാലിന് കുറിക്കാനായത്. പരിക്ക് വില്ലൻ വേഷത്തിൽ അവതരിക്കുന്നു. ക്ലബ് മത്സരങ്ങളും അന്താരാഷ്ട്ര മത്സരങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്ന വലിയ മത്സരഭാരം യമാലിനെ സംബന്ധിച്ച് ഭാവിയിൽ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ താരത്തിൻ്റെ മത്സര ഷെഡ്യൂളുകളും കളിക്കുന്ന മിനിറ്റുകളും കൃത്യമായി മാനേജ് ചെയ്യേണ്ടത് ബാഴ്സലോണയ്ക്ക് വളരെ പ്രധാനമാണ്. കരീം അഡയമയുടെ വരവ് ഇതുകൂടെ മുന്നിൽ കണ്ടാണ്. വിങ്ങിൽ കൂടുതൽ ഡെപ്തും ബാക്കപ്പ് ഓപ്ഷനും നൽകുകയാണ് അഡയമയുടെ വരവിൻ്റെ പ്രധാന ലക്ഷ്യം. യമാലിന് ആവശ്യമായ വിശ്രമം നൽകാനും പരിക്കുകളുടെ സാധ്യത കുറയ്ക്കാനും ഇത് ഫ്ലിക്കിനെ സഹായിക്കും. തൻ്റെ 16-ാം വയസ്സിൽ ബാഴ്സയ്ക്കായി അരങ്ങേറ്റം കുറിച്ച യമാൽ ഇതുവരെ 151 മത്സരങ്ങളിൽ കറ്റാലൻ കുപ്പായം അടിഞ്ഞു കഴിഞ്ഞു. 33 മത്സരങ്ങളിൽ താരം സ്പെയിനായി കളത്തിലിറങ്ങി. ദേശീയ ടീമിലെയും ക്ലബിലെയും ഏറ്റവും നിർണായക സാന്നിധ്യമായതിനാൽ തന്നെ യമാലിന്റെ കാര്യത്തിൽ ലോഡ് മാനേജ്മെന്റ് ബാഴ്സ കൃത്യമായി നടപ്പിലാക്കിയേ തീരൂ. അടുത്ത തിങ്കളാഴ്ച ലാലിഗയിൽ എൽഷയുമായാണ് ബാഴ്സയുടെ ആദ്യ മത്സരം. ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്ക് മുമ്പ് ബാഴ്സ നമ്പർ 9 സെൻട്രൽ ബാക്ക് റോളുകളുടെ ക്രൈസുകൾ പരിഹരിക്കുമോ? ഡെക്കോയിലേക്ക് ഉറ്റുനോക്കുകയാണ് ആരാധകർ.